ഹായ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. നമ്മളിപ്പോൾ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ, താരൻ, അല്ലെങ്കിൽ ഹെയറിന് റീഗ്രോത്ത് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് തിക്നെസ് ഭയങ്കരമായിട്ട് കുറയുക, സ്പ്ലിറ്റ് എൻഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഗേൾസിന് PCOS കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ PCOS ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസ്ഫുൾ റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒരു ഹെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോസ്റ്റൽ ലൈഫ് കാരണം പകുതി മുടിയും പോയിട്ടുണ്ടായിരുന്നു. മിക്ക ഹോസ്റ്റലിലെയും ക്ലോറിൻ വാട്ടർ തന്നെ ആയിരിക്കും. അപ്പം അത് കാരണം മുടി കൊഴിച്ചിൽ മാത്രമല്ല, അതുവരെ ഇല്ലാതിരുന്ന താരൻ കൂടെ എല്ലാവർക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ എൻ്റെ മുടി കൊഴിച്ചിൽ മാറ്റുക എന്നുള്ളതും അതുപോലെ എൻ്റെ താരം മാറ്റിയിട്ട് എൻ്റെ ഹെയറിൻ്റെ റീഗ്രോത്ത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ നമുക്കധികം ചിലവൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ റീഗ്രോത്ത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാനും നമ്മുടെ മുടിയുടെ തിക്നെസ് കുറച്ചുകൂടെ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു റെമഡിയാണിത്. അധികം ചിലവൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അതിൻ്റെ പ്രിപ്പറേഷൻസും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കറൻ്റ്ലി ഒരു 3 മാസമായിട്ട് ഞാൻ ഈ ഒരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ ഒരുപാട് ബേബി ഹെയർസ് വരുന്നതായിട്ടും എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടെ പെട്ടെന്ന് കൂടിയതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോണറിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ്മേരിയാണ്. കാരണം ഈ നന്നായിട്ട് ഹെയർ ഫാളൊക്കെ ഉള്ളവർക്ക് ആ പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ട് റോസ്മേരി വളരെയധികം യൂസ്ഫുള്ളാണ്. ഇത് ഞാനൊരു 1 സ്പൂൺ അളവിലാണ് എടുക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നീം നമ്മുടെ ഹെയറിൻ്റെ ബ്രേക്കേജൊക്കെ പ്രിവെൻറ്റ് ചെയ്യുകയും നമ്മുടെ സ്കാൽപ്പിലെ ഇച്ചിനെസ്സൊക്കെ റിഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഉലുവയാണ്. നമ്മൾ പണ്ട് മുതലേ താരന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഉലുവ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ താരൻ കൺട്രോൾ ചെയ്യുക മാത്രമല്ല, നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് മൂന്നും കൂടെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലോട്ട് വരും. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ നന്നായിട്ട് തന്നെ ഇതൊന്ന് കൂളാവാൻ വേണ്ടി വെക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഈ ഒരു ടോണർ ഒരു സ്പ്രേ ബോട്ടിലോട്ടാണ് ആക്കിയിട്ടുള്ളത്. കാരണം നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളത് സ്പ്രേ ബോട്ടിൽ തന്നെയാണ്. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ഈ ഒരു ടോണർ എത്താൻ വേണ്ടി നമ്മളെ സഹായിക്കും. പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും പഴയ ഡ്രസ്സ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇത് ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കറ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ നമ്മുടെ മുടി ഓരോ പാർട്ടായിട്ട് തിരിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ടോണർ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച വരെ ഫ്രിഡ്ജിലൊക്കെ വെക്കാവുന്നതാണ്. പക്ഷെ ഞാൻ അന്നേക്കുള്ളത് അന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഫ്രിഡ്ജിൽ വെക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. നമുക്കിത് വീക്ക്ലി 1 അല്ലെങ്കിൽ 2 ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. ഇത് ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. ബാക്കിൽ ഫ്രണ്ടിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയറിൻ്റെ ലെങ്ത്തിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഹെയർ കുറച്ച് ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹെയറിൻ്റെ ലെങ്ത്തിൽ അങ്ങനെ അപ്ലൈ ചെയ്യണമെന്നില്ല. സ്കാൽപ്പിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൽപ്പ് മൊത്തത്തിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനിത് പൊതുവേ 1 മണിക്കൂറോളം തലയിൽ വെച്ചിട്ട് വേറെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാറാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.